ജൂലി. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. മോറിസ് ഇന്ന് ഡ്യൂട്ടിയിലാണോ? ഇന്ന് ഓഫാണ്. ഓഫ് എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ഓഫാണോ അതെ വെറും ഓഫാണോ? രണ്ടു വിധത്തിലോ. അങ്കിൾ, ഡാഡി എന്നെ ഉപദേശിക്കണം. ശരി, ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്ന് മോറിസിനോട് സംസാരിക്കാം. താങ്ക് യു അങ്കിൾ. ഇവിടെ 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 അങ്ങോട്ട് വരും. ആ പ്രസാദം ഈ കുട്ടിക്ക് കൂടെ കുറച്ച് കൊടുക്കും. ഭഗവാന്റെ പ്രസാദമല്ലേ, ഭഗവാൻ എനിക്ക് നിനക്ക് മാത്രമല്ല ഉള്ളത്. കൊടുക്കും. വലത് കൈ നീട്ടു. ഓ, ഐ എം സോറി. വെരി നൈസ് അങ്കിൾ. ദിവസവും കാലത്തെ വന്നത് തരാം. ഓക്കെ. ജോലി ഇരിക്കും. ഉഷ ഇപ്പൊ വരും. എനിക്ക് ഓഫീസിൽ പോകാൻ സമയം. ആ ചട്ടക്കാരി പെണ്ണ് പുറത്തു വന്നിരിക്കുന്നു. ശുദ്ധവും വൃത്തിയില്ലാത്ത കൂട്ടരാ. ചെരുപ്പ് കാലിലിട്ടുകൊണ്ട് തന്നെയാ മുറിക്കകത്ത് കയറിയിരിക്കുന്നത്. ഓരോരുത്തരുടെ രീതിയല്ലേ അമ്മേ. എന്ന് വെച്ചാ വൃത്തി വേണ്ടേ? അമ്മ ചെരുപ്പിടാണ്ടല്ലേ പുറത്ത് നടക്കുന്നത്, ആ കാലുകൊണ്ടല്ലേ അകത്തും നടക്കുന്നത്. അതുപോലെയാ തോലുകൊണ്ടുള്ള ചെരുപ്പിട്ടുകൊണ്ട് മുറിക്കകത്ത് കയറിയിരിക്കുന്നത്. പശു പറിച്ച് തിന്നുന്ന കൂട്ടരല്ലേ, പിന്നെ എങ്ങനെയാ വൃത്തി ഉണ്ടാകുക? നിനക്ക് ഹിന്ദു കുട്ടികൾ ആരും ഇല്ലേ കുട്ടിയെ കൂട്ടിന്? വൃത്തിയേട് കാണിക്കുന്നവരിൽ ഹിന്ദുക്കളുമുണ്ട് ക്രിസ്ത്യാനികളുമുണ്ട്. ജൂലി വൃത്തിയേട് കാട്ടില്ല അമ്മേ. നീ ഇപ്പൊ പ്രസാദം കഴിച്ചിട്ട് കൈ നനച്ച് ശുദ്ധപ്പെടുത്തി എന്തിനാ? ആ പെണ്ണെ മൂക്കൾ തുടയ്ക്കുന്ന ടവല് കൊണ്ടാ കൈ തുടച്ചത്. പുറത്തായാലേ മാറിയിരിക്കാത്ത കൂട്ടരാ. ചേട്ടൻ വന്നിട്ട് 2-3 ദിവസമായി. കണ്ടില്ലേ ചേട്ടൻ ഗോൾ പോസ്റ്റ് മാതിരി വളർന്നിരിക്കുന്നത്. നമുക്ക് പോകാം. പോട്ടെ. ചേച്ചിയെ കണ്ടിട്ട് ഞാൻ ആരോന്ന് വിചാരിച്ചു. ചേട്ടൻ അത്രയ്ക്ക് മാറിയില്ലേ? ഉഷയുടെ ബ്രദറിനെ ഞാനൊരു സന്യാസിയായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. സന്യാസിമാരുടെ ഇടയിൽ പൂച്ച സന്യാസിമാരും കാണും. വാട്ട് ഈസ് ഇറ്റ് മീൻ? സന്യാസത്തിനകത്ത് പൂച്ച പോലെ പതുങ്ങിയിരിക്കും. ഇരയെ കാണുമ്പോ ചാടി അങ്ങ് വീഴും. ഓ, ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ഒന്നിങ്ങോട്ട് ഭരിയുന്നു. ഇങ്ങനെ കണ്ണി ചോരയില്ലാണ്ട് പോയാലോ? നിങ്ങൾ കേറിയിട്ട് പോ. പിന്നെ നല്ല 1ാം ക്ലാസ് പേനകൾ വന്നിട്ടുണ്ട്, ഒരെണ്ണം വാങ്ങിച്ചോ. വേണ്ട, രൂപയില്ല. നിങ്ങളിതൊന്ന് കണ്ടിട്ട് പറയുന്നു. വാ, നമ്മള് കാണിച്ചു തരാം. നിങ്ങൾ ഇങ്ങോട്ട് ഭരി, ഇങ്ങോട്ട് ഭരിയും, ഇങ്ങോട്ട് ഭരി. വാ. ഇത് ഫസ്റ്റ് ക്ലാസ് പേന, ഇത് പെനാങ്കം. എനിക്ക് വേണ്ട. ഞമ്മളെ വക ഒരു പെർസെന്റേഷൻ ആണെന്ന് വെച്ചോ. Yes, mommy. You fool! ആ റഹീം വല്ലപ്പോഴും ഓടിച്ചെന്നാൽ അത്യാവശ്യത്തിന് കടം തരുമായിരുന്നു. നീ കാരണം അതും ഇല്ലാതായി. അയ്യോ മമ്മി, എന്ന് വെച്ച് നാണോ മാനോ വിറ്റ് വേണോ ജീവിക്കാൻ? You are right, my daughter. തെമ്മാടിത്തരം കാണിക്കുന്നവന്റെ കർണക്കുറ്റി അടിച്ചു പൊട്ടിക്കണം. അവനല്ലെങ്കിൽ അവന്റെ ഫാദർ കടന്നു എന്ന് തന്നെയുമല്ല, അവന് കൊടുക്കാനുള്ള പണം ഞാനിട്ട് കൊടുക്കുകയില്ല. You can go. Darling, I am going to give you a surprise. Who's leading, Alice? Georgie? That's good. നമുക്കൊരു കാർ വാങ്ങിക്കണം. 1250 രൂപ വിലയുള്ളൂ. ഒരു 6 മാസം കഴിഞ്ഞ് ഒരു 5 മണീസ് കൊടുക്കണം. ഒരു 500 രൂപ കൊടുക്കണം. പിന്നെ അടുത്ത മാസം ശമ്പളം വാങ്ങിക്കുമ്പോ ഒരു 250 രൂപ കൊടുക്കണം. ഇപ്പം ഒരു 5 മണീസ് കൂടെ കൊടുക്കണം. 500 രൂപ? നമ്മൾ എവിടെ പോകും? ഞാൻ ജിമ്മി അയച്ചു തന്ന 500 രൂപ അലമാരയിൽ നിന്ന് എടുത്ത് പാക്കറ്റിൽ വെച്ചിട്ടുണ്ട്. എന്റെ മോൻ കഷ്ടപ്പെട്ട് അയച്ചതാണ്.
Johnny, I'm going. I am also going. Eileen, are you coming? Julie, I'll go, Julie. Okay. Bye. Bye-bye. Johnny. Hey, Johnny. Look. എന്തിനാ കരയുന്ന? Silly. Julie! Yes, Mummy. Johnny. Johnny. Where is Ayan? ബോയ്ഫ്രണ്ടിന്റെ കൂടെ പുറത്തു പോയി. നിനക്ക് വെളിയിൽ പോയിക്കൂടെ? ഇങ്ങനെ കോഴി അടയിരിക്കുന്ന മാതിരി വീട്ടിൽ തന്നെ കയറിയിരിക്കുന്നത് എന്തിനാ? ആ റിച്ചർഡ് എത്ര നേരമായി വെളി വന്ന് നിൽക്കുന്നു. അവന്റെ കൂടെ വെളിയിൽ പോയിക്കൂടെ? Come on, you go. I'll do that. Give it to me. ജോലി സൂക്ഷിക്കണം. നിയന്ത്രണമില്ലാത്ത ആൺകുട്ടികളാണ്. Be careful. ഓക്കെ മമ്മി. ഹായ്. ഹായ് ജോലി. ഞാൻ താമസിച്ചു പോയോ? നോ നോ, ഇറ്റ്സ് ഓക്കെ. ഒരു ലോക്കോ ഷെഡിൽ അപ്രന്റീസ് ആയിട്ട് 6 മാസം ജോലി ചെയ്താ എനിക്ക് ഫയർമാനായിട്ട് അപ്പോയിന്റ്മെന്റ് കിട്ടിയേക്കാവും ജൂലിയ ഡാഡി പറഞ്ഞു. ആ ജോലി എനിക്കിഷ്ടമല്ല. 2 വർഷം ഫയർമാനായിട്ട് ജോലി ചെയ്താ എഞ്ചിൻ ഡ്രൈവറാകാം. എന്നിട്ട് ഞാൻ ജൂലിയെ മാരി ചെയ്യുന്നു. ജൂലി, ഐ ലവ് യു ജൂലി. ബി കെയർഫുൾ റിച്ചി. Who's it? എല്ലാരും പഠിക്കാം. മമ്മി Darling! Daddy, Daddy, I think Mommy's very I angry. will make you all right. I got something with me. No, Julie. You go, you go. Don't be silly, my darling. Daddy, Daddy, അത് നല്ല കാറാണോ? Yes, beautiful, good condition. മാർഗരറ്റ്, ഒരു കാര്യം മനസ്സിലാക്കണം. ആംഗ്ലോ ഇന്ത്യൻസിന്റെ കൂട്ടത്തിൽ നമുക്ക് മാത്രമാണ് കാറുള്ളത്. എമംഗ് ഇന്ത്യൻ ഡ്രൈവേഴ്സ് മാർസിന് മാത്രമേ കാറുള്ളൂ. സന്തോഷിക്കൂ. ഇറ്റ്സ് എ ഫോറിൻ കാർ. ഫോറിൻ ആണോ? യെസ്, ഇമ്പോർട്ടഡ് ആസ്റ്റിൻ. ആ എങ്കിൽ കൊള്ളാം. Certainly. Now ഈ ദിവസം ഒന്ന് ആഘോഷിക്കണം കേട്ടോ. Come on, Julie. Come on, come on, Margaret. Come on. താങ്ക് യു. ഈ ഗേളിന് മാനസേ ഇല്ല. ബ്ലഡി ഇന്ത്യൻസിന്റെ മട്ടാണ്. കുറച്ച് മതി. For your mummy's health. ആ നമ്മള് കാറ് വാങ്ങിയ വിവരം നാളെ തന്നെ ചിമ്മിക്ക് എഴുതണം. അവൻ ക്രിസ്മസിന് വരുമ്പോ കാറിൽ തന്നെ ചിപ്പിട്ടിക്കിട്ടെ. Let him enjoy. Morrison family. എങ്ങനെ ലൈഫ് എൻജോയ് എന്നുള്ള ആളുകൾ അറിയട്ടെ. Don't spoil it. പ്ലീസ് കുറച്ച് വെള്ളം ചെയ്ത് കഴിക്കും. Adulteration. മായം ചേർത്താൽ ഗവൺമെന്റ് ശിക്ഷിക്കും 6 മാസം. അവിടെ നിങ്ങളെല്ലാം വെള്ളം ചേർത്ത് പിടിച്ചാൽ മതി. ഞാൻ നീറ്റായിട്ട് കഴിക്കാൻ പോകും. ഓക്കെ? Cheers. എന്താ വേണ്ടിയതല്ല? സാമ്പ്രാണി തിരിയാണ് മമ്മി. ഉഷയോട് വാങ്ങിയതാ. ആ ഇന്ത്യൻ ഗേളുമായിട്ടുള്ള കൂട്ടുകെട്ട് കൊണ്ട് കാണിക്കുന്ന വൃത്തികളാണ് ഇതല്ല അല്ലേ? കത്തിച്ചു വെക്കാം. What's the matter? What's the matter? ഓ മൈ ഡിയർ, രാവിലെ തന്നെ കുടിക്കാൻ തുടങ്ങി അല്ലേ? ഇന്ന് ഫ്രണ്ട്സ് എല്ലാം വരുന്ന ദിവസമല്ലേ? I'm not happy on this Christmas day. അച്ഛൻ പറഞ്ഞത് ശരിയല്ല. നോ, അബ്സല്യൂട്ട്ലി റോങ്. എന്തുകൊണ്ട് നൊന്നോ? നിന്റെ വാദഗതിയെ ശരിയല്ല. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. മെറി ക്രിസ്മസ്. താങ്ക് യു. മോർണിംഗ് സെഷൻ. മോർണിംഗ്, മെറി ക്രിസ്മസ്. താങ്ക് യു. ഉഷേ, അച്ഛാ. ദേ ഇത് എന്തൊക്കെയായി കൊണ്ടുവന്നിരിക്കുന്നത്? മെറി ക്രിസ്മസ് ടു യു. താങ്ക് യു. ജോലി ജോലി ജോലി. ഞങ്ങൾ അച്ഛനും മകനും കൂടെ വലിയൊരു തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കും. യു ബി ദ മീഡിയേറ്റർ. ഇവൻ കൽക്കട്ടയിൽ പോയി കുറച്ചു നാൾ താമസിച്ചതിന് ശേഷം വലിയ നിരീശ്വരവാദിയായി തീർന്നു. അവനൊന്ന് തോൽപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അച്ഛാ
ഒന്ന് ഇങ്ങോട്ട് വരൂ. ഞാൻ വരുന്നു. ജോലി പോലെ ഞാൻ ഇപ്പൊ വരാം. എന്ന് തിരിച്ചു പോകും? എന്ന് വേണമെങ്കിൽ പോയേക്കാം. എനിക്ക് വേണ്ടി പോകണ്ട. ജോലിക്ക് വേണ്ടി ഞാൻ പോകാതിരിക്കണം? ക്രിസ്മസ് നൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നില്ലേ? പോകും. ഞാൻ ഉഷയും കൂടെ വരുന്നുണ്ട്. നീ ഇത്ര ഇടുങ്ങിയ മനസ്ഥിതിക്കാരി ആവരുത്. എനിക്ക് ഇടുങ്ങിയ മനസ്സിലും ഒന്നുമില്ല. ചട്ടക്കാരുണ്ടാക്കിയ പലഹാരത്തിലേ പന്നിയുടെ കൊഴുപ്പും മുട്ടയും എല്ലാം കാണും. അത് ഇവിടുത്തെ അടുക്കള കയറ്റാൻ പറ്റില്ല. നിന്റെ അടുക്കള എന്താ അമ്പലാണോ? ആ, എന്റെ അടുക്കള ശുദ്ധവും വൃത്തിയൊക്കെ ഉള്ളത് തന്നെയാ. ജോലി നമ്മളോടുള്ള സ്നേഹം കൊണ്ട് കൊണ്ടുവന്നത് വലിച്ചു കളയല്ലേ അമ്മേ? ഇറച്ചി മീന് ഈ വീട്ടിൽ കയറ്റാൻ പറ്റില്ലെന്നേ. നീ കേട്ടണ്ട. അതുകൊണ്ടെന്നേ നീ ഇതേ നിന്റെ മുറിയിൽ കൊണ്ടുവച്ചോ. നല്ല പന്നിയതിന്റെ സ്വാദ്. വേണമെങ്കിൽ നീ എടുത്ത് തിന്നോ. ദേ, തിന്നുന്നതൊക്കെ കൊള്ളാം. കുളിക്കാണ്ട് പൂജാമുറിയിലേക്ക് കയറണ്ട. ജൂലിയുടെ ക്രിസ്മസ് സമ്മാനം. ഇതിവിടെ കൊണ്ടുവരാൻ വേണ്ടി മുട്ട ചേർക്കാതെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. മുട്ട ചേർത്തെങ്കിൽ നന്നായിരിക്കുമായിരുന്നു. ആ, ആന്റി ഉഷയൊന്നും മത്സ്യമാംസം കഴിക്കാറില്ലല്ലോ. ഈ ശശിച്ചേട്ടൻ ഇറച്ചി മീനും ഒക്കെ തിന്നും. ആ, വളരെ അപൂർവം ചില സന്ദർഭങ്ങളിൽ മട്ടൺ മാത്രം ഞാനും കഴിക്കാറുണ്ട്. കൽക്കട്ടയിൽ ഒരു ചൈനീസ് റെസ്റ്റോറന്റ് ഉണ്ട്. അവിടുന്ന് പാമ്പിന് ഇറച്ചി ഞാൻ ഗോഡ്. നിന്റെ അമ്മ കേൾക്കണ്ടത്. അവൾക്ക് ഭ്രാന്ത് പിടിക്കും. സർപ്പപൂജ നടത്തുന്നവളാണ്. ഓക്കെ അങ്കിൾ, ഞാൻ പോട്ടെ. ഹലോ ജൂലി, ഇന്ന് ക്രിസ്മസ് അല്ലേ? ഐ തിങ്ക് യുവർ ഡാഡി വിൽ ബി ഇൻ ഫുഡ് ഫോം ടുഡേ. എത്ര രൂപയായി? രാവിലെ തുടങ്ങിയതേ ഉള്ളൂ. അങ്കിൾ, ഡാഡിയെ ഗുണദോഷിക്കാമെന്ന് പറഞ്ഞിട്ട്. ശരി, ഞാൻ ഒരു ദിവസം വന്ന് ഗുണദോഷിക്കാം. ബൈ ശശി. ബൈ. Your father is really great, Usha. My brother?